ന്യൂസിലേക്ക്. കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് ഇന്നും ഇ ഡിക്ക് മുന്നിൽ ഹാജരായില്ല. രാവിലെ 11-ന് കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരാകാനായിരുന്നു നിർദ്ദേശം. ഇ ഡിയുടെ പുതിയ സമൻസിനെ കോടതിയിൽ നേരിടുമെന്ന് ഡോക്ടർ ടി എം തോമസ് ഐസക് പറഞ്ഞു. ഇ ഡിക്ക് മുൻപാകെ ഹാജരാകില്ല. കേസിൽ ഇ ഡി അന്വേഷണം നടത്തി തെളിവുകളുണ്ടെങ്കിൽ കണ്ടെത്തട്ടെയെന്നും തോമസ് ഐസക് പറഞ്ഞു. ഇ ഡിയുടെ പുതിയ സമൻസിനെയും കോടതിയിൽ ചോദ്യം ചെയ്യാനാണ് നിലപാട്. നിയമലംഘനം നടത്തിയാൽ അത് സംബന്ധിച്ച് ഇ ഡിക്ക് ചോദ്യം ചെയ്യാം. അപ്പോൾ അന്വേഷിക്കട്ടെ, നിയമലംഘനം കണ്ടുപിടിക്കട്ടെ, അപ്പോൾ നിശ്ചയമായിട്ടും അന്വേഷിക്കണം. അല്ലാതെയുള്ള ഒരു ചുറ്റിത്തിരിഞ്ഞുള്ള കളിക്ക് കൊടുക്കുന്ന കാര്യം. അപ്പോൾ അദ്ദേഹം ഇ ഡി ഇതുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിനെയും കോടതി പോകും. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഇ ഡിക്ക് മുന്നിൽ ഇന്ന് ഹാജരാകില്ല എന്നത് നേരത്തെ തന്നെ തോമസ് ഐസക് വ്യക്തമാക്കിയതാണ്. തുടർ നടപടി എങ്ങനെയാകുമെന്നത് അഭിഭാഷകരുമായി കൂടിയാലോചിച്ച് എന്നാണ് അന്ന് വ്യക്തമാക്കിയതും. ഇന്നിപ്പോൾ അതിൽ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. തോമസ് ഐസക്കിന് നോട്ടീസ് നൽകിയെങ്കിലും അദ്ദേഹം ഹാജരാകില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയത് അഭിഭാഷകൻ മുഖേന മറുപടി ഇ ഡിക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കോടതിയെ എത്തിക്കുന്ന കാര്യവും അദ്ദേഹത്തിന്റെ പരിഗണനയിലാണ്. തൽക്കാലം ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഇ ഡി നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി സഹകരിക്കേണ്ട എന്നുള്ളത് തന്നെയാണ് അതിന്റെ തീരുമാനം. അതേസമയം തന്നെ ഈ ഫെമ വയലേഷൻ ആയതിനാൽ തന്നെ ഇ ഡിക്ക് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് നിയമപരമായി കടക്കാൻ സാധിക്കില്ല. ഫെമ വയലേഷന് അറസ്റ്റ് എന്നുള്ള ഒരു കാര്യം ഇ ഡിക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് പകരം ഭീമമായ തുക പിഴ ചുമത്താൻ സാധിക്കും. അത് മാത്രമാണ് ഇ ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള നടപടി. ഒരു തവണ കൂടി ഒരുപക്ഷെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ടി എം തോമസ് ഐസക്കിന് നോട്ടീസ് നൽകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിനും അദ്ദേഹം പ്രതികരിച്ചില്ലെങ്കിൽ നടപടിയിലേക്ക് ഇ ഡി കടക്കും. ശരി, ഇ ഡിയുടെ സമൻസിനെ കോടതിയിൽ നേരിടുമെന്നതാണ് ഡോക്ടർ ടി എം തോമസ് ഐസക് വ്യക്തമാക്കിയത്. വീണ്ടും